ഹായ് ഡിയർ ഫ്രണ്ട്സ്, സേ ഡേയ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് എന്താ ഉണ്ടാക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ പാൽപ്പത്തിരിയാണ്. ഇതിൻ്റെ ടേസ്റ്റ് നമ്മൾ വിചാരിക്കുന്നതിനപ്പുറമാണ് കേട്ടോ. ഇങ്ങനെ ലെയറായിട്ട് വരുന്ന ഒരു സ്വീറ്റ് ഡിഷാണ്. ഇതിൻ്റെ ടേസ്റ്റ് നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചാൽ തന്നെ അറിയും. ഇത് കഴിച്ചിട്ടുള്ളവർക്ക് അറിയാം ഇതിൻ്റെ ടേസ്റ്റ്. ഇത് കഴിക്കാത്തവർ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം ഞാനൊരു ബൗളോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 കപ്പ് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളിത് ഉണ്ടാക്കുന്നത് പാലിലാണ്. അതിനകത്ത് നമുക്ക് വെള്ളമൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. ഇതിനകത്തേക്ക് ഞാനിപ്പം 1/2 കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ പാലിലേക്ക് നമുക്ക് കുറേശ്ശെയായിട്ട് മൈദ ഇട്ട് കൊടുക്കാം. എന്നിട്ട് കട്ടയില്ലാതെ നന്നായിട്ട് സ്മൂത്തായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു വിസ്ക് ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അതാകുമ്പോഴത്തേക്കും നമുക്ക് ഈ കട്ടയൊക്കെ പെട്ടെന്ന് ഉടഞ്ഞ് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ മിക്സിയിൽ അടിക്കേണ്ടി വരും. അതിലും നല്ലത് ഇങ്ങനെ ഇതുപോലെ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നതായിരിക്കും. ഈ സ്പൂണ് കൊണ്ട് നമ്മൾ ഇളക്കിയാലും ഒരു പക്ഷേ എങ്കിൽ കട്ടയിടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് മാറണമെന്നുണ്ടെങ്കിൽ നമുക്ക് വിസ്ക് തന്നെയാണ്, അല്ലെങ്കിൽ നല്ല തടിത്തവി കൊണ്ട് ഇളക്കിയാലും മതി. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തത്. അപ്പോൾ മൈദ ഫുള്ളായിട്ട് 1/2 കപ്പ് ഞാൻ എടുത്തിട്ടില്ല, അതിൽ കൂടെ കുറച്ചിട്ടുണ്ട്. 1/2 കപ്പ് എടുത്തിട്ട് കുറേശ്ശെ ഇട്ടിട്ട് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഓക്കെ, അത്ര തന്നെ മതിയാവും, കാരണം നമ്മളിതിൻ്റെ തിക്നെസ്സൊക്കെ നോക്കിയിട്ടാണ് ഇടേണ്ടത്. ഇപ്പം ഞാൻ അതിലേക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, നമ്മളെ മധുരമൊക്കെ ബാലൻസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. ഇത് കണ്ടോ, ഈ ഒരു തിക്നെസ് ഇതാണ് നമ്മുടെ ബാറ്റർ കറക്റ്റ്. ഇത് തിക്കായി പോകാൻ പാടില്ല, അതുപോലെ തന്നെ ഒരുപാട് ലൂസായി പോകാനും പാടില്ല. അപ്പോൾ അത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് മറ്റൊരു ബൗളിലേക്ക് മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ 3 മുട്ടയാണ് എടുത്തത്. നിങ്ങൾക്കൊരു 4 മുട്ട വരുവാണെങ്കിൽ എടുക്കാം കേട്ടോ. ഇതിനൊക്കെ നമുക്ക് ഏലക്ക പൊടി ഇടണം, അല്ലെങ്കിൽ വാനില ആണെങ്കിൽ നമുക്ക് വല്ലാൻസസ് ഒരു തുള്ളി ഒഴിച്ചു കൊടുക്കാം. പക്ഷേ എനിക്ക് തോന്നുന്നു ഇതിൽ ഏലക്കാപ്പൊടി ആയിരിക്കും ബെറ്റർ എന്ന്. അപ്പം അതിലേക്ക് ആ മുട്ടയ്ക്കും ആവശ്യമുള്ള മധുരവും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം അതും കൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. അതിന് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതും അതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് രണ്ടും മാറ്റി വെക്കാം. അതിനുശേഷം ഞാനൊരു പാത്രം, അതായത് ഒരു സ്റ്റീലിൻ്റെ പാത്രം എടുത്തിട്ടുണ്ട്. നമ്മുടെ അപ്പച്ചമ്പലേക്കാണ് അത് വെച്ച് കൊടുത്ത്. സ്റ്റീമർ ഉണ്ടെങ്കിൽ സ്റ്റീമറിൽ വെക്കാം. എൻ്റെ അടുത്ത് സ്റ്റീമറില്ല, ഞാനെപ്പോൾ പറയാറുണ്ടല്ലോ. അപ്പോൾ അത് അവിടെ നിന്ന് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്, ഗ്യാസിലുണ്ട്. നന്നായിട്ട് അത് ചൂടായിട്ട് ആ തിളച്ച ആവി ഇങ്ങനെ മുകളിലൊക്കെ വരുന്ന സമയത്ത് നമ്മൾ എന്താ വെച്ചാൽ ആദ്യത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ച മൈദേൻ്റെ കൂട്ടിൽ നിന്ന് ഒരൊറ്റ സ്പൂണ് അത് നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, അതിൻ്റെ മുകൾ ഭാഗം പെട്ടെന്ന് സെറ്റാവും കേട്ടോ. ഒരൊറ്റ സെക്കൻഡ് മൂടി വെക്കുക, തുറക്കുമ്പോഴേക്കും സെറ്റായിട്ടുണ്ടാവും. അത് നമ്മളങ്ങനെ ഒഴിച്ചു വെക്കുക. അതിനുശേഷം നമ്മുടെ മുട്ടേൻ്റെ കൂട്ട് അതേപോലെ തന്നെ ഒരു സ്പൂൺ എടുത്ത് ഒഴിച്ചിട്ട് മൊത്തം ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. ഒരുപാട് ഒഴിച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മുടെ ലെയർ 2 തിക്കായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ഒഴിച്ചു കൊടുക്കുക. മറ്റേതൊരു സ്പൂണാണെങ്കിൽ ഇതൊരു സ്പൂൺ. ഓക്കെ, ഇതിലേക്ക് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും റൈസിനൊക്കെ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് നെയ്യിൽ. അതിനകത്തേക്ക് ഇങ്ങനെ നമുക്ക് ഇടയ്ക്കിടയ്ക്കൊന്ന് കടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിട്ട് കൊടുക്കുക. അത് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഒഴിവാക്കാം, പക്ഷേ എങ്കിൽ അതാ ഇട്ടാൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. അതിനുശേഷം കുറച്ച് നെയ്യ് അതിനകത്ത് തൂവി കൊടുത്ത് അത് നമ്മൾ അതേപോലെ മൂടി വെച്ച് സെറ്റ് ചെയ്യാം. അത് സെറ്റായെന്ന് കാണുമ്പം പിന്നെ നമ്മൾ മൈദേൻ്റെ കൂട്ടൊഴിച്ച് കൊടുക്കുക അതേപോലെ. അപ്പോൾ ഇങ്ങനെ ഓരോരോ ലെയർ പിന്നെ മൂടി വെക്കുക, സെറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. ഇവിടെ അതും സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ മുകളിലേക്ക് പിന്നെ നമുക്ക് ആ മുട്ട ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്കല്ല, നമ്മൾ വായിലിട്ടാലൊക്കെ അലിഞ്ഞു പോകുന്നു പറയില്ലേ, സെയിം അതേ ഫീലിംഗ് ആണ് ഇത്. നമുക്ക് കഴിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അലിഞ്ഞു പോകുന്ന പോലെ നമ്മളിങ്ങനെ ഇത് കടിക്കണം അങ്ങനെയൊന്നുമില്ല. വായിലിട്ട് ഒന്ന് മെൽറ്റ് ആകുമ്പോഴേക്കും സാധനം അങ്ങ് പോയി. അത്രക്കും ഇത് സ്മൂത്തായിട്ടാണ് ഇതുണ്ടാവുക. ഭയങ്കര ടേസ്റ്റുമാണ്. മധുരം ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇത് വല്ലാണ്ട് ഇഷ്ടമാവും. അല്ലാതെ ഒരു ഇഷ്ടമില്ല എന്നല്ല, എന്നാലും മധുരപ്രിയർക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് നെയ്യും ഇടയ്ക്കൊന്ന് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ എങ്ങനെ എല്ലാ ലെയറും ഒഴിച്ചൊഴിച്ച് ലാസ്റ്റ് നമ്മളൊരു 10 മിനിറ്റ് വെച്ചിട്ടിങ്ങനെ മൊത്തം വേവിച്ച് കൊടുത്തു. അത് കഴിഞ്ഞ് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ നിങ്ങൾ പാത്രത്തിൽ നിന്ന് മാറ്റാവൂ, അല്ലെങ്കിൽ മുറിച്ചെടുക്കാനും അതിങ്ങനെ നമ്മൾ ലെയറായിട്ട് ഇടയ്ക്കാനും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാനത് കട്ട് ചെയ്തിട്ട് കാണിച്ചത് കണ്ടോ, നിങ്ങൾ ആ ഓരോരോ ലെയറായിട്ട് വരുന്നുണ്ടോ, എത്ര ലെയർ കിട്ടിയിട്ടുണ്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാം നിങ്ങളൊന്ന് ഒഴിച്ച് സെറ്റാക്കി എടുക്കുക. അടിപൊളിയാണ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.